ക്വാണ്ടം ഫിസിക്സ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന പ്രസൻറ്റേഷൻ്റെ രണ്ടാം ഭാഗമാണിത്. ആത്മാവിൻ്റെ കപടശാസ്ത്രങ്ങൾ. ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ സാബു ജോസിൻ്റെ ആത്മാവിൻ്റെ ക്ഷേത്രം എന്ന ലേഖനത്തിലും അതുപോലെ ആത്മാവിൻ്റെ ക്വാണ്ടം ക്ഷേത്രം എന്ന പ്രസൻറ്റേഷനിലും പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായിരുന്നു. ക്വാണ്ടം ലിറ്ററസി എന്നാണ് പറഞ്ഞത്, സൂപ്പർപൊസിഷൻ എന്താണെന്ന് കണ്ടു, മെഷർമെൻറ്റ് പ്രോബ്ലം അഥവാ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ചു. അതിനോടൊപ്പം തന്നെ ഡീകോഹിറൻസ്, അതായത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം പോലെ ബിഹേവ് ചെയ്ത് തുടങ്ങുന്നത് എന്ന കാര്യവും നമ്മൾ ആദ്യ വീഡിയോയിൽ ചർച്ച ചെയ്തു. ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 എന്ന പേരിൽ എന്ന തലക്കെട്ടിൽ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം ബോധമാണ് എന്നൊരു സങ്കല്പം. അതാണ് ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 എന്ന് നമ്മൾ വിളിച്ചത്. ഇനി ക്വാണ്ടം കോൺഷ്യസ്നെസ് 2 എന്താണെന്ന് നോക്കാം. ക്വാണ്ടം കോൺഷ്യസ്നെസ് 2 പറയുന്നത് നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം ബോധമാണ് എന്നുള്ളതാണ് ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് ബോധം തന്നെ ഉണ്ടാകുന്നതിൽ ക്വാണ്ടം ലോകത്തെ നിയമങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നതിൽ ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ പ്രസക്തിയുണ്ട് എന്ന സങ്കല്പമാണ് ക്വാണ്ടം കോൺഷ്യസ്നെസ് 2 എന്നതിന് കീഴിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത്തരം സിദ്ധാന്തങ്ങളിൽ, ഇത്തരം ഹൈപ്പോത്തിസുകളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം കുപ്രസിദ്ധി ആർജിച്ചത് റോജർ പെൻറോസിന്റെ ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ഹൈപ്പോത്തിസാണ്, ഒരു പരികൽപ്പനയാണ്. റോജർ പെൻറോസ് ഈ വർഷം നോബൽ സമ്മാനം നേടിയ പ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. തിയററ്റിക്കൽ ഫിസിക്സിന്റെ രംഗത്ത് ഒരു അതികായനാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നോബൽ സമ്മാനം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ജനറൽ റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾക്കാണ്. ജനറൽ റിലേറ്റിവിറ്റിയുടെ ഇന്നത്തെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ റോജർ പെൻറോസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്ക്, സൈദ്ധാന്തിക പഠനങ്ങൾക്കാണ് റോജർ പെൻറോസിന് നോബൽ സമ്മാനം കിട്ടിയത്. പക്ഷേ കണ്ടിടത്തോളം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പെൻറോസിന്റെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള ഒരു പരികൽപ്പനയാണ്. ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ എന്നെല്ലാം പറയുന്ന ആ പരികൽപ്പനയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സാബു ജോസിന്റെ പോസ്റ്റിലും അതുപോലെ പ്രഭാഷണത്തിലും കാര്യങ്ങൾ പറയുന്നത്. ഈ രണ്ട് പുസ്തകങ്ങളിലാണ് പെൻറോസ് തൻ്റെ സിദ്ധാന്തം, തൻ്റെ ഹൈപ്പോത്തസിസ് അവതരിപ്പിച്ചത്. ദ എംപറേഴ്സ് ന്യൂ മൈൻഡ്, അതുപോലെ തന്നെ ഷാഡോസ് ഓഫ് ദ മൈൻഡ് എന്നീ രണ്ട് പുസ്തകങ്ങളാണ് പെൻറോസ് തൻ്റെ ഈ ഹൈപ്പോത്തസിസ് വിശദീകരിക്കുന്നത്. പെൻറോസിന്റെ പരികൽപ്പനയുടെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. പെൻറോസ് എംപറേഴ്സ് ന്യൂ മൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ബോധം എന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സ് അല്ല എന്നുള്ളതാണ്. അതായത് ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിനെ സിമുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പെൻറോസ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന് അദ്ദേഹം ചില കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആദ്യം പെൻറോസിന്റെ ബോധത്തെക്കുറിച്ചുള്ള ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം. പെൻറോസ് എംപറേഴ്സ് ന്യൂ മൈൻഡ്, ദ എംപറേഴ്സ് ന്യൂ മൈൻഡ് എന്ന പുസ്തകത്തിലാണ് തൻ്റെ ഈ പരികൽപ്പന മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഇദ്ദേഹം വാദിക്കുന്നത് മനുഷ്യന്റെ ബോധം കമ്പ്യൂട്ടേഷണൽ അല്ല എന്നുള്ളതാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് ഒരിക്കലും മനുഷ്യന്റെ ബോധം തത്വത്തിൽ പോലും നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പെൻറോസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിന് ചില വാദങ്ങളും പെൻറോസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാദങ്ങൾ ഏറെക്കുറെ ദുർബലമാണെന്ന് നമുക്ക് പിന്നീട് കാണാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ പെൻറോസ് തുടങ്ങുന്നത് ഈ ഒരു ആശയത്തിൽ നിന്നാണ്. അതായത് മനുഷ്യന്റെ ബോധം ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സിലൂടെ, ഒരു കമ്പ്യൂട്ടേഷണൽ അല്ല, കാൽക്കുലേഷൻസിന്റെ ഫലമല്ല എന്നാണ് പെൻറോസ് പറയുന്നത്. ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും മനുഷ്യനുള്ള പോലെയുള്ള കോൺഷ്യസ് എക്സ്പീരിയൻസ് സിമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പെൻറോസ് വിശ്വസിക്കുന്നത്. പ്രാക്ടിക്കലി പറ്റില്ല എന്നല്ല, തത്വത്തിൽ പോലും പറ്റില്ല എന്നാണ് പെൻറോസ് വിശ്വസിക്കുന്നത്. അതാണ് പെൻറോസിന്റെ പരികൽപ്പനയുടെ ഒരു അടിസ്ഥാന ആശയം, ഒരു അടിസ്ഥാന അസംഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പെൻറോസ് ഫിസിക്സിലെ നിയമങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് അറിയാവുന്ന ഫിസിക്സിലെ നിയമങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുന്നുണ്ട്. ഫിസിക്സിലെ നിയമങ്ങളെല്ലാം നമുക്ക് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഫിസിക്സ് നിയമങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി നമുക്കിന്ന് അറിയാം. അതെല്ലാം വളരെ കൃത്യതയുള്ളതുമാണ്. അവിടെയൊന്നും ഒരു നോൺ കമ്പ്യൂട്ടേഷണൽ ബോധത്തെ പ്രതിഷ്ഠിക്കാനുള്ള സാധ്യത പെൻറോസ് കാണുന്നില്ല. പെൻറോസിന്റെ പുസ്തകത്തിൽ ഇന്നേ വരെയുള്ള ഫിസിക്സിന്റെ അടിസ്ഥാന നിയമങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും ഈ നോൺ കമ്പ്യൂട്ടേഷണൽ ബോധം, അതായത് നമുക്ക് ഇന്ന് അറിയാവുന്ന ഫിസിക്സ് കാരണം താൻ അവകാശപ്പെടുന്ന പോലെയുള്ള ഒരു നോൺ കമ്പ്യൂട്ടേഷണൽ ബോധം ഉണ്ടാവില്ല എന്ന് പെൻറോസ് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ പെൻറോസിന്റെ അസംഷൻ ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, പെൻറോസിന്റെ വാദം ശരിയാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഒന്നുകിൽ പുതിയ എന്തെങ്കിലും ഫിസിക്സ് നമ്മളിന്ന് കണ്ടുപിടിക്കാത്തതുണ്ടാവണം, അല്ലെങ്കിൽ നിലവിലുള്ള ഫിസിക്സിൽ തന്നെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തണം. മനുഷ്യ ജീവിതവുമായിട്ട് അടിസ്ഥാനപ്പെട്ട അടിസ്ഥാന നിയമങ്ങളെല്ലാം തന്നെ നമുക്ക് ഏകദേശം അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുതിയൊരു ഫിസിക്സ് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പെൻറോസ് തന്നെ പറയുന്നുണ്ട്. പിന്നെയുള്ള സാധ്യത നിലവിലുള്ള ഫിസിക്സിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഒരു പഴുത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ പഴുത് എവിടെയാണെന്ന്. മെഷർമെൻറ്റ് പ്രോബ്ലം. ക്വാണ്ടം മെക്കാനിക്കിലെ മെഷർമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺസെൻസസ് ഇല്ല, അതിന് കൃത്യമായിട്ടുള്ളൊരു തിയറി ഒന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ ഒരു നോൺ കമ്പ്യൂട്ടേഷണൽ ബോധം ഉണ്ടാക്കിയെടുക്കാം എന്ന് പെൻറോസ് വാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യബോധത്തിൻ്റെ അല്ലെങ്കിൽ ജന്തുക്കളുടെ ബോധത്തിൻ്റെ അടിസ്ഥാനം ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകളായിരിക്കണം എന്നാണ് പെൻറോസ് വാദിക്കുന്നത്. കാരണം ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രമാണ് ഒരു നോൺ കമ്പ്യൂട്ടേഷണൽ ബോധത്തെ സ്ഥാപിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ, ഒരു പഴുത് അവശേഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പെൻറോസ് ആർഗ്യൂ ചെയ്യുന്നത് ബോധത്തിൻ്റെ കാര്യത്തിൽ, ബോധനിർമ്മിതിയുടെ കാര്യത്തിൽ ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരിക്കണം എന്ന്. എംപേഴ്സ് ന്യൂ മൈൻഡ് എന്ന പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഇത് എവിടെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ ബ്രെയിനിൽ നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് പെൻറോസിന് വലിയ ധാരണയൊന്നുമില്ല. അതൊരു ഓപ്പൺ പ്രോബ്ലം ആക്കി വെച്ചാണ് പെൻറോസ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അത് വായിച്ചിട്ടാണ് സ്റ്റുവാർട്ട് ഹാമറോഫ് എന്ന അനസ്തെസിയോളജിസ്റ്റ് പെൻറോസിനെ സമീപിക്കുന്നത്. സ്റ്റുവാർട്ട് ഹാമറോഫ് വിശ്വസിക്കുന്നത് ബോധത്തിൻ്റെ അടിസ്ഥാന കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിലെ അടിസ്ഥാന കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് ന്യൂറോണുകൾക്കുള്ളിലെ മൈക്രോട്യൂബ്യൂളുകൾ എന്ന സ്ട്രക്ചേഴ്സാണ് എന്നാണ് ഹാമറോഫ് വിശ്വസിക്കുന്നത്. മൈക്രോട്യൂബ്യൂളുകൾ എന്ന് പറയുന്നത് കോശങ്ങൾക്കുള്ളിലെ യൂക്കരിയോട്ടിക് സെൽസ് എന്ന വിഭാഗം കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു കുഴൽ പോലുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോട്യൂബ്യൂളുകളാണ് ഇപ്പോൾ എല്ലാ കോശങ്ങളിൽ എന്ന പോലെ, എല്ലാ യൂക്കരിയോട്ടിക് കോശങ്ങളിൽ എന്ന പോലെ ന്യൂറോണുകൾക്കുള്ളിലും മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്. ഈ മൈക്രോട്യൂബ്യൂൾസ് ആണ് ന്യൂറോണുകളിലെ അടിസ്ഥാന കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് എന്നാണ് ഹാമറോഫ് വിശ്വസിക്കുന്നത്. അപ്പോൾ പെൻറോസിന്റെ സങ്കല്പവും ഹാമറോഫിന്റെ സങ്കല്പവും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ എന്നാൽ പിന്നെ ഒരുപക്ഷെ ഈ മൈക്രോട്യൂബ്യൂളുകൾക്കുള്ളിലായിരിക്കാം, അതായത് ന്യൂറോണുകൾക്കുള്ളിലെ മൈക്രോട്യൂബ്യൂളുകൾക്കുള്ളിലായിരിക്കാം ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ നടക്കുന്നത് എന്ന ഹൈപ്പോത്തസിസ് ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് മൈക്രോട്യൂബ്യൂളുകളുടെ ക്വാണ്ടം പ്രക്രിയകളാണ് ബോധത്തിൻ്റെ അടിസ്ഥാനം എന്നതാണ് ഇവരുടെ പരികൽപ്പന. ന്യൂറോണുകൾക്കുള്ള മൈക്രോട്യൂബ്യൂളിലുള്ള ഏതൊക്കെയോ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ബോധമുണ്ടാകുന്നത് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത് എന്നാണ് പെൻറോസ് ഹാമറോഫ് ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പക്ഷെ അതുകൊണ്ടായില്ല, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ശരീരത്തിലെ ഏകദേശം എല്ലാ കോശങ്ങൾക്കുള്ളിലും മൈക്രോട്യൂബ്യൂളുകൾ എന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മളെ കരളിലെ കോശങ്ങളിലായാലും അതുപോലെ ഹൃദയത്തിലെ കോശങ്ങളിലായാലും അതുപോലെ തന്നെ പേശികൾക്കുള്ളിലായാലും എല്ലാം മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്. പക്ഷെ പേശികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കരളുമായി ബന്ധപ്പെട്ടോ ഒന്നും ബോധം എന്ന കാര്യം നമ്മൾ പറയാറില്ല. ബോധമില്ല. ബോധം എന്നുള്ളത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ന്യൂറോണുകൾക്ക് തീർച്ചയായിട്ടും ബോധത്തിൻ്റെ സൃഷ്ടിയിൽ, ബോധം നിർമ്മിക്കുന്നതിൽ, ബോധം എന്ന പ്രതിഭാസത്തിൽ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങൾക്ക് പങ്കുണ്ട് എന്ന കാര്യം പെൻറോസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് ന്യൂറോണുകളുടെ റോൾ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ന്യൂറോണുകൾക്കുള്ളിലെ മൈക്രോട്യൂബ്യൂളുകളിലെ ക്വാണ്ടം പ്രക്രിയകളാണ് എന്നുള്ളതാണ് ഇവരുടെ ആശയം. ഈ സിദ്ധാന്തത്തിലും ബോധം ഉണ്ടാകുന്നതിന് കാരണം ന്യൂറോണുകളുടെ കണക്ഷൻസ് തന്നെയാണ്, ന്യൂറോണുകളുടെ പ്രവർത്തനം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ആയില്ല. കാരണം നമ്മൾ ശരീരത്തിൽ ഏതൊരു കോശം എടുത്തു നോക്കിയാലും ആവശ്യത്തിനുള്ളിലേക്ക് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ന്യൂറോണുകളിൽ മാത്രമല്ല, നമ്മൾ ശരീരത്തിൽ ഏത് കോശത്തിലെടുത്ത് നോക്കിയാലും ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണുകളുണ്ട്. ഇലക്ട്രോണുകൾ ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങളാണ് അനുസരിക്കുന്നത്. അവിടെയൊന്നും ബോധം ഉണ്ടാകുന്നില്ല. പക്ഷെ ന്യൂറോണുകളുടെ പ്രവർത്തന ഫലമായി ബോധം ഉണ്ടാകണമെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയ, അതായത് പെൻറോസ് മുന്നോട്ട് വയ്ക്കുന്ന പോലുള്ളൊരു ബോധം ഉണ്ടാകണമെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ തമ്മിൽ മസ്തിഷ്കത്തിൻ്റെ വലുപ്പത്തോളമുള്ള അകലങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്കൽ കോറിലേഷൻസ് അല്ലെങ്കിൽ എൻറ്റാങ്കിൾമെൻറ്റ് നിലനിൽക്കണം എന്ന് പെൻറോസ് വാദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷാഡോസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ പെൻറോസ് പറയുന്നത് ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ മാത്രം ക്വാണ്ടം പ്രക്രിയകൾ നിലനിന്നാൽ പോരാ, പക്ഷേ ബ്രെയിനിലെ ഭൂരിഭാഗം ന്യൂറോണുകൾക്കുള്ളിലെ മൈക്രോട്യൂബ്യൂളുകളിൽ എല്ലാം തന്നെ നടക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ തമ്മിൽ എൻറ്റാങ്കിൾമെൻറ്റ് എൻറ്റാങ്കിൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവ തമ്മിലൊരു കോറിലേഷൻ ഉണ്ടായിരിക്കണം എന്ന് പെൻറോസ് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അവരുടെ സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ അവരുടെ ഹൈപ്പോത്തസിസിന് നിലനിൽപ്പുള്ളൂ. എൻറ്റാങ്കിൾമെൻറ്റ് എന്താണെന്ന് ആദ്യ വീഡിയോയിൽ കണ്ടിരുന്നു. ഇതിനർത്ഥം നമ്മുടെ തലച്ചോറിലെ എല്ലാ ന്യൂറോണുകളിലുമുള്ള മൈക്രോട്യൂബ്യൂളുകൾ, ഈ മൈക്രോട്യൂബ്യൂളുകളെല്ലാം തന്നെ ഒരൊറ്റ ക്വാണ്ടം സ്റ്റേറ്റിൻ്റെ ഭാഗമായിരിക്കണം എന്ന് മാത്രമല്ല അത് ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതാണ് പെൻറോസ് ഹാമറോഫ് ഹൈപ്പോത്തസിസിൻ്റെ അടിസ്ഥാനം. ഇനി ശാസ്ത്രലോകത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. പൊതുവെ ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത് പെൻറോസ് ഹാമറോഫ് വാദങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രലോകം പറയുന്നത് പെൻറോസ് ഹാമറോഫ് വാദങ്ങൾ തിയററ്റിക്കലി വളരെ ദുർബലമാണ്, സൈദ്ധാന്തികമായി വളരെ ദുർബലമാണ്, അതുപോലെ ഫിസിക്കലി നിലനിൽക്കാത്തതാണെന്ന് പറയാൻ കാരണം മാക്സ് ടെഗ്മാർ എന്ന ഫിസിസിസ്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഡീകോഹിറൻസ് ടൈം കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നേരത്തെ പറഞ്ഞ പോലെ പെൻറോസിൻ്റെ തിയറി ശരിയാകണമെങ്കിൽ
നമ്മുടെ ബ്രെയിനിൻ്റെ വലിപ്പങ്ങളോളം വരുന്ന അകലങ്ങളിൽ ഈ എൻറ്റാങ്കിൾമെൻറ്റ് നിലനിൽക്കണം, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ നിലനിൽക്കണം. വെറുതെ നിലനിന്നാൽ പോരാ, ബോധനിർമ്മിതിക്ക് ആവശ്യമായ അത്ര സമയത്തേക്ക് അത് നിലനിൽക്കണം. അതായത് ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡീകോഹിറൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം പോലെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിനെയാണ് നമ്മൾ ഡീകോഹിറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് കാരണം എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷനാണ്. ബ്രെയിൻ എന്നത് ഒട്ടും ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമല്ല, അതെപ്പോഴും എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ്. ചെറിയ ദൂരങ്ങളൊന്നുമല്ല, ബ്രെയിനിൻ്റെ വലുപ്പത്തോളം വരുന്ന അകലങ്ങളിൽ ക്വാണ്ടം പ്രക്രിയകൾ നിലനിൽക്കണമെന്നാണ് പെൻറോസ് പറയുന്നത്. പെൻറോസിൻ്റെ ആദ്യ വാദങ്ങൾ അത്ര സയൻറ്റിഫിക് അല്ലെങ്കിലും, അതായത് ഒരു പഴുത് കണ്ടുപിടിക്കാൻ മതി, നോൺ കമ്പ്യൂട്ടേഷണൽ ബോധം നോൺ കമ്പ്യൂട്ടേഷനിലാവണമെന്ന് ആദ്യം പറയുക, എന്നിട്ട് അതിനെ സ്ഥാപിക്കാൻ ഒരു പഴുത് കണ്ടുപിടിക്കുക. ഇത് ഒരു ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആർഗ്യുമെൻ്റാണ്. എന്നാൽ ഈ കാര്യം, അതായത് തലച്ചോറിൻ്റെ വലുപ്പത്തോളം വരുന്ന അകലങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്കൽ കോറിലേഷൻസ് നിലനിൽക്കണം എന്ന് പറയുന്നത് ആ തിയറിയെ അല്ലെങ്കിൽ ആ ഹൈപ്പോത്തസിസിനെ ഏറെക്കുറെ ഫോൾസിഫയബിൾ ആക്കുന്നുണ്ട്. അതായത് പെൻറോസിൻ്റെ സിദ്ധാന്തം ആവശ്യപ്പെടുന്ന അത്ര സമയത്തേക്ക് കൊഹിറൻസ് നിലനിൽക്കുമോ, ക്വാണ്ടം കൊഹിറൻസ് ബ്രെയിനിൽ നിലനിൽക്കുമോ എന്ന് പരിശോധിച്ചാൽ മതി. ഡീകൊഹിറൻസ് സംഭവിക്കാൻ എടുക്കുന്ന സമയം, ഡീകൊഹിറൻസ് ടൈം എന്നത് പെൻറോസിൻ്റെ തിയറി ആവശ്യപ്പെടുന്ന അത്ര ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി, ഫോൾസിഫൈ ചെയ്യാം. മാക്സ് ടെഗ്മാർക്ക് ആക്ച്വലി കാൽക്കുലേഷൻ ചെയ്തിട്ട് കണ്ടത് നമ്മുടെ ബ്രെയിനിൻ്റെ വലിപ്പങ്ങളോളം വരുന്ന അകലങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹിറൻസ് നിലനിൽക്കുന്ന സമയം വളരെ കുറവാണ്. പെൻറോസിൻ്റെ തിയറി ആവശ്യപ്പെടുന്നതിനേക്കാളും വളരെ 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 കുറവാണ്. അതായത് ഒരു ബോധനിർമ്മിതിക്ക് ആവശ്യമായ അത്ര സമയമൊന്നും ഒരിക്കലും തലച്ചോറോളം നമ്മുടെ മസ്തിഷ്കത്തോളം വലിയ അകലങ്ങളിൽ എൻറ്റാങ്കിൾമെൻറ്റോ അതുപോലെയുള്ള ക്വാണ്ടം പ്രക്രിയകളോ നിലനിൽക്കില്ല. ഈ കാൽക്കുലേഷനിലൂടെ തന്നെ പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസ് ഫോൾസിഫൈ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഫിസിക്കലി മാത്രമല്ല, ന്യൂറോ സയൻസുമായും ബയോളജിയുമായും ഒന്നും ഇത് പൊരുത്തപ്പെടില്ല, ഈ ഒരു സങ്കല്പം പൊരുത്തപ്പെടില്ല എന്ന് കാണിക്കുന്ന പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് ശാസ്ത്രലോകത്തിൽ നിന്ന് ആരും ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല. ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും കപടശാസ്ത്ര ലോകത്തിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ പിടിച്ചു പറ്റാൻ പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസിന് കഴിഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം ക്വാണ്ടം എന്ന വാക്കും കോൺഷ്യസ്നെസ് എന്ന വാക്കും ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ്. കോൺഷ്യസ്നെസ്സും ക്വാണ്ടവും ഒരുമിച്ച് കണ്ട കപടശാസ്ത്രക്കാർ വിടില്ല, പ്രത്യേകിച്ചും ദീപക് ചോപ്രയെ പോലുള്ള ആൾക്കാർ. അത്തരം ചില കപടശാസ്ത്രവാദങ്ങളാണ്, അതായത് പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ ചുവട് പിടിച്ചു വന്ന ചില കപടശാസ്ത്രവാദങ്ങളാണ് നിർഭാഗ്യവശാൽ സാബു ജോസിൻ്റെ ലേഖനത്തിലും അതുപോലെ തന്നെ പ്രഭാഷണത്തിലും പ്രത്യക്ഷപ്പെടുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ എസെൻഷ്യലായുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്, അത് ബോധത്തെക്കുറിച്ചുള്ള തികച്ചും ഫിസിക്കലായുള്ള ഒരു എക്സ്പ്ലനേഷനാണ്, തികച്ചും ഭൗതികമായ വിശദീകരണമാണ്. ഇവിടെയും ബോധത്തിന് കാരണം തലച്ചോറിൽ നടക്കുന്ന ഭൗതികമായ പ്രക്രിയകൾ തന്നെയാണ്. ഇവിടെ ബോധം എന്ന അടിസ്ഥാന വേറെ എൻറ്റിറ്റി ഒന്നുമില്ല, മെറ്റീരിയൽ തന്നെയാണ് അടിസ്ഥാന എൻറ്റിറ്റി. മെറ്റീരിയലിൻ്റെ ചില ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് കാരണമാണ് ബോധം ഉണ്ടാകുന്നത്. അതായത് തികച്ചും ഭൗതികമായ ഒരു വിശദീകരണമാണ് പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ന്യൂറോണുകളുടെ കണക്ഷനുകൾ തന്നെയാണ് ബോധത്തിന് കാരണം. ഏതെങ്കിലും ന്യൂറോണുകളിൽ അതിനുള്ളിലെ മൈക്രോ ട്യൂബ്യൂളുകളിൽ ഒറ്റയ്ക്ക് നടക്കുന്ന പ്രവർത്തനങ്ങളല്ല, മറിച്ച് ന്യൂറോണുകളുടെ കണക്ഷനുകൾ തന്നെയാണ് ബോധത്തിന് കാരണമാകുന്നത് പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസിലും. പക്ഷേ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി പുറകോട്ട് പോയി, ന്യൂറോണുകളെ നിയന്ത്രിക്കുന്നത് മൈക്രോ ട്യൂബ്യൂളുകളിൽ നടക്കുന്ന ക്വാണ്ടം പ്രക്രിയകളാണ് എന്ന് മാത്രം. ഇവിടെയും ബോധം എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അതായത് ബ്രെയിനിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന അല്ലെങ്കിൽ മൈക്രോ ട്യൂബ്യൂളുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഒരു പുതിയ തരം എൻറ്റിറ്റി അല്ല, ഒരു സാധനമല്ല ബോധം എന്നത്. ഇവിടെയും ബോധം എന്നതൊരു പ്രോസസ്സ് തന്നെയാണ്. അതായത് ബ്രെയിനിൽ നടക്കുന്ന പ്രക്രിയകളെ തന്നെയാണ് ബോധം എന്ന് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂറോണുകളുടെ പ്രവർത്തന ഫലമായി ബോധം അല്ലെങ്കിൽ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഈ സിദ്ധാന്തവും ഉത്തരം പറയുന്നില്ല, ഈ പരികൽപ്പനയും ഉത്തരം നൽകുന്നില്ല. അതാണ് ഒരുപക്ഷെ കോൺഷ്യസ്നെസ്സുമായി ബന്ധപ്പെട്ട ഹാർഡ് പ്രോബ്ലം എന്നറിയപ്പെടുന്നത്, ബുദ്ധിമുട്ടേറിയ പ്രോബ്ലം. അതായത് ന്യൂറോണുകളുടെ കണക്ഷനിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നത് നമുക്കറിയാം. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും അതുപോലെ മാത്തമാറ്റിക്കൽ ഇൻസൈറ്റ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇതെല്ലാം ഉണ്ടാകുന്നത് ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണെന്ന് അറിയാം. പക്ഷേ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസും വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. അതായത് ഹാർഡ് പ്രോബ്ലം, കോൺഷ്യസ്നെസ്സുമായി ബന്ധപ്പെട്ട ഹാർഡ് പ്രോബ്ലത്തിൻ്റെ കാര്യത്തിൽ പെൻറോസ് ഹാമർ ഓഫ് ഹൈപ്പോത്തസിസിനും ഒന്നും പറയാനില്ല. ആകെ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾ എങ്ങനെയൊക്കെയോ ബ്രെയിനിൽ നിലനിൽക്കുന്നുണ്ടാവണം, ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് മൈക്രോ ട്യൂബ്യൂളുകളിലെ ക്വാണ്ടം പ്രക്രിയകളായിരിക്കണം എന്ന് മാത്രമാണ്. ഇത് മാത്രമല്ല, ബ്രെയിനിൻ്റെ വലിപ്പങ്ങളോളം വരുന്ന അകലങ്ങളിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പോലെയുള്ള ക്വാണ്ടം എഫക്ട്സ് നിലനിൽക്കണം എന്നും പറയുന്നുണ്ട്. ഏതായാലും പെൻറോസിൻ്റെ പേരുള്ളതുകൊണ്ട്, പെൻറോസ് ഭൗതികശാസ്ത്ര ലോകത്തെ ഒരു അതികായനാണ്, ഒരു ജയൻ്റാണ്. പെൻറോസിൻ്റെ പേരുള്ളതുകൊണ്ട് കപടശാസ്ത്രക്കാർ
പെൻറോസിൻ്റെ സിദ്ധാന്തം ഏതായാലും ഏറ്റെടുത്തു. അവരുടെ ചില വാദങ്ങൾ, പ്രത്യേകിച്ച് സാബു ജോസിൻ്റെ പോസ്റ്റിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വാദങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം. ആദ്യം ചെയ്യുന്ന സാബു ജോസിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും, ഞാൻ നേരത്തെ പരാമർശിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും ചെറിയ ചില ഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ട് അതേക്കുറിച്ച് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്താണ് പറയുന്നത്, അല്ലെ പെൻറോസ്-ഹാമറോഫ് ഹൈപ്പോത്തസിസ് എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കുകയാണ്. ഇത് സാബു ജോസിൻ്റെ പോസ്റ്റിൽ നിന്നും എടുത്തതാണ്. ഇവിടെ പറയുന്നത് ഇതാണ്: മസ്തിഷ്കത്തിലെ 100 ട്രില്യൺ നാഡീകോശങ്ങളുടെ പ്രതിപ്രവർത്തനത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ബോധം അല്ലെങ്കിൽ ആത്മാവ് എന്നിനി സാമാന്യമായി പറയേണ്ട ആവശ്യമില്ല. അതിനും അപ്പുറമാണിത്. ഇതിന് കൃത്യമായൊരു ഇരിപ്പിടവുമുണ്ട്. ജന്തു മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിലുള്ള മൈക്രോട്യൂബ്യൂളുകളിലാണ് ബോധം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇരിപ്പിടമാണ് മൈക്രോട്യൂബ്യൂളുകൾ എന്ന് പറയാം. സാബു ജോസിൻ്റെ പോസ്റ്റിൽ നിന്നും എടുത്തൊരു ഭാഗമാണിത്. ഇവിടെ പറയുന്നത്, ആദ്യ ഭാഗം പറയുന്നത് മസ്തിഷ്കത്തിലെ 100 ട്രില്യൺ നാഡീകോശങ്ങളുടെ പ്രതിപ്രവർത്തനത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ബോധം എന്നിനി സാമാന്യമായി പറയേണ്ട ആവശ്യമില്ല. ഇത് തെറ്റാണ്. പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസ് വെച്ച് നോക്കിയാൽ തന്നെ ഇത് തെറ്റാണ്. കാരണം പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസിലും ബോധം ന്യൂറോണുകളുമായി തന്നെ ബന്ധപ്പെട്ടാണുള്ളത്. നേരത്തെ വിശദീകരിച്ച പോലെ ന്യൂറോണുകളുമായി തന്നെ ബന്ധപ്പെട്ടാണ് ബോധം ഉണ്ടാകുന്നത്. അവയെ നിയന്ത്രിക്കുന്നത് മൈക്രോട്യൂബ്യൂളുകളിലെ പ്രക്രിയകൾ ആണെന്ന് മാത്രം. അതുകൊണ്ട് ഈ ഭാഗം പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസിൻ്റെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അതായത് നാഡീകോശങ്ങളുടെ പ്രതിപ്രവർത്തനത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ബോധം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസിൻ്റെ ഒരു മിസ് റെപ്രസെൻറ്റേഷനാണ്, തെറ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇത് പെൻറോസിൻ്റെ ഷാഡോസ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതായത് മൈക്രോട്യൂബ്യൂളുകൾ ശരീരത്തിലെ മിക്ക കോശങ്ങളുടെയും ഭാഗമാണ്. കരൾ കോശങ്ങളിലും പേശികളുടെ കോശങ്ങളിലും എല്ലാം മൈക്രോട്യൂബ്യൂളുകളുണ്ട്. അവയുമായി ബന്ധപ്പെട്ടൊന്നും ബോധമില്ല. ബോധമുള്ളത് ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതുകൊണ്ട് ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൻ്റെ ഉപോൽപ്പന്നം തന്നെയാണ് ബോധം, പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസിൽ ആയാലും. സാബു ജോസിൻ്റെ പോസ്റ്റിലെ ഈ ഒരു ഭാഗത്തിൻ്റെ വേറൊരു പ്രശ്നം, ഇവിടെ ബോധം, ആത്മാവ് എന്ന വാക്കുകളെ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ഇൻ്റലക്ച്വലി ഡിസോണസ്റ്റ് ആണ്. ഇതും കപടശാസ്ത്രത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. ആത്മാവ് എന്ന വാക്ക് മതസാഹിത്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന വളരെ വേഗമായിട്ടുള്ള അവ്യക്തമായുള്ള ഒരു ആശയമാണ്. പക്ഷെ കോൺഷ്യസ്നെസ് എന്നുള്ളത്, ബോധം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ്. കോൺഷ്യസ്നെസ് എന്ന വാക്ക്, അല്ലെ ബോധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ, അല്ലെ തലച്ചോറിൻ്റെ അവസ്ഥയെ, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ വിവരിക്കാൻ ഉള്ള ഒരു വാക്കായിട്ടാണ് ബോധം ഉപയോഗിക്കുന്നത്. അത് പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസിലായാലും തികച്ചും ഭൗതികമായൊരു പ്രതിഭാസമാണെന്ന് പറഞ്ഞു. തലച്ചോറിൽ നിന്ന് വ്യത്യസ്തമായി ബോധം എന്ന വാക്കിന് പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസിലായാലും അർത്ഥമൊന്നുമില്ല. ബോധം എന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉള്ളത്. ഇതിനെ, ഈ ഒരു വാക്കിനെ, ബോധം എന്ന ഈ ഒരു വാക്കിനെ പ്രത്യേകിച്ച് ന്യായീകരണമൊന്നുമില്ല, പ്രത്യേകിച്ച് ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ലാതെ മതസാഹിത്യങ്ങളിലും അതുപോലെ തന്നെ ആത്മീയ സാഹിത്യങ്ങളിലും എല്ലാമുള്ള ആത്മാവ് എന്ന അവ്യക്തമായ ആശയമായി കൂട്ടിക്കെട്ടുന്നത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ്. ഇത് രണ്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവെന്ന വാക്ക് എന്താണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ നിർവചനം എന്നൊന്നും പറയാതെ ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്ന ഒറ്റ വാക്കിൽ ഇത് രണ്ടും ഒന്നാണ് എന്ന് ഭാവിക്കുന്നത് ഇൻ്റലക്ച്വൽ ഡിസോണസ്റ്റിയാണ്. സാബു ജോസിൻ്റെ പോസ്റ്റിൽ നിന്ന് തന്നെയുള്ള വേറൊരു ഭാഗം നോക്കാം. മരണത്തിൻ്റെ തൊട്ടടുത്ത അവസ്ഥയിൽ ജീവകോശങ്ങൾക്ക് അവയുടെ ക്വാണ്ടം തലം നഷ്ടമാകും. ന്യൂറോണുകളിലുള്ള മൈക്രോട്യൂബ്യൂളുകളും ഇതിൽ നിന്നും ഭിന്നമല്ല. എന്നാൽ മൈക്രോട്യൂബ്യൂളുകളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ലെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷവും ക്വാണ്ടീകരിക്കപ്പെട്ട ഈ വിവരങ്ങൾക്ക് ശരീരത്തിന് വെളിയിൽ നിലനിൽക്കാൻ കഴിയും. ഇവിടെ ആദ്യ സെൻറ്റൻസിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നതും സ്യൂഡോ സയൻസിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ കപടശാസ്ത്രം വിറ്റ് ജീവിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ അവരെടുത്തുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മരണത്തോട് അടുക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും, അതായത് മരണത്തോട് അടുത്തെത്തി രക്ഷപ്പെട്ടു വന്ന ചില ആൾക്കാരെങ്കിലും, അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും മരിക്കാറായി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ചിലരെങ്കിലും ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതായിട്ട് അവകാശപ്പെടാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. റെക്കോർഡഡാണ്. ഇവർ പറയുന്നത് ഇവരുടെ മോളിൽ നിന്ന് എല്ലാം നോക്കിക്കാണുന്ന പോലെയുള്ള അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇവർ വേറെ എവിടെയോ ഒരു തുരങ്കത്തിൽ കൂടെ കടന്നു പോകുന്നൊരു അനുഭവം ഉണ്ടായി, അതിൻ്റെ അടുത്ത് വെളിച്ചം കണ്ടു എന്നിങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായതായിട്ട് പറയാറുണ്ട്. ഇതിനെയാണ് പൊതുവെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആത്മാവിനുള്ള ഒരു തെളിവായിട്ടാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ ചിലരെങ്കിലും കാണുന്നത്. അക്കാര്യം തന്നെയാണ് ഒരുപക്ഷെ ആ ആത്മാവിൻ്റെ
ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാൻ തന്നെയാണ് ഒരുപക്ഷെ സാബു ജോസിൻ്റെ ഈ പോസ്റ്റിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. മരണത്തിൻ്റെ തൊട്ടടുത്ത അവസ്ഥയിൽ, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ എങ്ങനെയോ പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസ് വിശദീകരിക്കുന്നുണ്ട് എന്ന് പറയാനാണ് സാബു ജോസ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലാണെങ്കിൽ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പെൻറോസ് പറയുന്നത് എന്ന് പറഞ്ഞാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ന്യൂറോ സയൻസ് അനുസരിച്ച്, ഇന്നത്തെ ന്യൂറോ സയൻസ് അനുസരിച്ച് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ ബ്രെയിനിൻ്റെ പുറത്ത് എന്തെങ്കിലും പോയി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതല്ല. നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ബ്രെയിനുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ബ്രെയിൻ നമ്മുടെ തലച്ചോറിൽ തന്നെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത്. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോയ ആത്മാവ് ശരിക്കും നോക്കി കണ്ടതാണ്, അങ്ങനെ കണ്ട അനുഭവമാണ് നമുക്കുണ്ടായത് എന്ന് പറയുന്നത് ഇന്നത്തെ ഫിസിക്സുമായോ ബയോളജിയുമായോ ന്യൂറോ സയൻസുമായോ ഒന്നും യോജിച്ച് പോകുന്നതല്ല. രതീഷ് കൃഷ്ണൻ സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, മനുഷ്യ നിനക്ക് മരിക്കണ്ടേ. അതിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് സയൻസ്, ന്യൂറോ സയൻസ് കൃത്യമായി ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഏത് രീതിയിലുള്ള പഠനങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാം ഈ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ പോസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്യൂഡോ സയൻസും കൂടെ ഒരുമിച്ച് കൺവേർജ് ചെയ്യുന്നതായിട്ട് കാണാം. ക്വാണ്ടം കോൺഷ്യസ്നെസ്, ക്വാണ്ടം കോൺഷ്യസ്നെസ്സും സ്യൂഡോ സയൻസ് ആണെന്നല്ല, പക്ഷെ ക്വാണ്ടം കോൺഷ്യസ്നെസ് എന്നുള്ളത് ഒരു സ്യൂഡോ സയൻസ് ടേമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്യൂഡോ സയൻസിൽ മാത്രം വരുന്നൊരു ടേമാണ്. ക്വാണ്ടം കോൺഷ്യസ്നെസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഇതെല്ലാം ഒരുമിച്ച് സാബു ജോസിൻ്റെ പോസ്റ്റിൽ വരികയാണ്. അതുപോലെ ഇവിടെ ഇൻഫർമേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതും കൺഫ്യൂസിംഗ് ആണ്. അതായത് ഇവിടെ പറയുന്നത് മൈക്രോ ട്യൂബ്യൂളുകളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻഫർമേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്തോ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നുന്നു, ഒരു ഫിസിക്കൽ കോൺസെപ്റ്റ് അല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ തികച്ചും ഫിസിക്കലായ ഒരു കോൺസെപ്റ്റാണ്, തികച്ചും ഭൗതികമായൊരു കോൺസെപ്റ്റാണ്. ഒരു ഫിസിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ലെ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായുള്ള സ്പെസിഫിക്കേഷനാണ്, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അതായത് അതിൻ്റെ ഭൗതികമായിട്ടുള്ള സ്റ്റേറ്റ്, ഫിസിക്കലായിട്ടുള്ള അവസ്ഥ എന്താണ്, അതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങളാക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് മസ്തിഷ്കത്തിലെയും അതുപോലെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റിലാണുള്ളത്. നിങ്ങളുടെ ബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, നിങ്ങളാക്കുന്ന ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി തരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളാക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അതുപോലെ തന്നെ മസ്തിഷ്കത്തിലുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റിലാണുള്ളത്, വേറെ എവിടെയല്ല. തലച്ചോറ് ശരീരം എവിടെയാണോ അവിടെ തന്നെയാണ് ആ ഇൻഫർമേഷൻ ഉള്ളത്. അല്ലാതെ മൈക്രോ ട്യൂബ്യൂളുകൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ശേഖരിക്കപ്പെട്ടിരിക്കുന്ന എന്തോ ഒരു നോൺ ഫിസിക്കലായിട്ടുള്ള സാധനമല്ല ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സാബു ജോസ് പറയുന്നത് മൈക്രോ ട്യൂബ്യൂളുകളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ, അതിനങ്ങനെ പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിലെ ആറ്റങ്ങളുടെ അല്ലെ ദ്രവ്യ ഘടകങ്ങളുടെ അറേഞ്ച്മെൻറ്റിലാണുള്ളത്. ആ അറേഞ്ച്മെൻറ്റിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലാസിക്കൽ ഇൻഫർമേഷൻ ആയാലും ക്വാണ്ടം ഇൻഫർമേഷൻ ആയാലും പെൻറോസിൻ്റെ തിയറി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഈ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. നിങ്ങളുടെ തലച്ചോറ് ശരീരം എവിടെയാണോ അവിടെ തന്നെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരണശേഷം മൈക്രോ ട്യൂബ്യൂളുകളിൽ നിൽക്കുന്ന അല്ലെ മൈക്രോ ട്യൂബ്യൂളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ശരീരത്തിന് വെളിയിൽ നിലനിൽക്കും എന്നൊക്കെ പറയുന്നത് തികച്ചും ഒരു അർത്ഥമില്ലാത്ത വാചകമാണ്. അപ്പോൾ പെൻറോസിൻ്റെ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും ഈ ഒരു വാചകത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ കുറച്ചെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ തെറ്റാണ് എന്നെങ്കിലും പറയാമായിരുന്നു. അപ്പോൾ ഈ ഒരു വാചകം ഇറ്റ്സ് നോട്ട് ഈവൻ റോങ് എന്ന് പറയേണ്ടി വരും. ശരിയല്ല എന്ന് മാത്രമല്ല തെറ്റുപോലുമല്ല, അത്ര ഒരു വാചകമാണത്. പക്ഷെ ആ സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് സയൻറ്റിഫിക് ജാർഗണാണ്, ക്വാണ്ടം ഇൻഫർമേഷൻ എന്നുള്ള വാക്കുകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാബു ജോസിൻ്റെ പോസ്റ്റിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഭാഗം പരിശോധിക്കാം. എക്കാലവും നിലനിൽക്കുന്ന ബോധം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നും മരണത്തോടെ ശരീരത്തിൽ നിന്ന് മോചിതമാകുന്ന ആത്മാവ് പ്രപഞ്ചത്തിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുമുള്ള ഹൈന്ദവ ബൗദ്ധ ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ക്വാണ്ടം ഭൗതികജ്ഞരുടെ ഈ കണ്ടെത്തൽ എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ദീപക് ചോപ്ര ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. പെൻറോസിൻ്റെ തിയറി ഇംപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദീപക് ചോപ്രയും ഹാമറോഫും എല്ലാം ഇക്കാര്യം പറയുന്നുണ്ട്. അത് തന്നെ ശരിക്കും ആവർത്തിക്കുകയാണ് സാബു ജോസും ചെയ്യുന്നത്. പക്ഷെ ദീപക് ചോപ്രയുടെ ഹിസ്റ്ററി എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യാൻ ബോധം വേണം എന്ന ആശയത്തെക്കുറിച്ചും ദീപക് ചോപ്ര ഇതേ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 എന്ന് വിളിച്ചിരുന്നു. അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് വിശദീകരിക്കാൻ ബോധത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടെ, ഒരു പരികല്പന കൂടെ വേണം
എന്നൊരു കാര്യം ആദ്യകാല ക്വാണ്ടം ഫിസിസിസ്റ്റിൽ ചിലരെങ്കിലും പരിഗണിച്ചിരുന്നു. അത് ഏറ്റെടുത്തിട്ടും ദീപക് ചോപ്ര ഇത് ഹിന്ദു ബുദ്ധ ധർമ്മങ്ങളിലെ ഹിന്ദു ബുദ്ധ തത്വശാസ്ത്രത്തിലെ ആത്മാവിൻ്റെ സങ്കല്പത്തെ സാധൂകരിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു. അതായത് എന്നാൽ ഈ ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 എന്നുള്ളതിന് നേരെ വിരുദ്ധമായിട്ടുള്ള വാദമാണ് ക്വാണ്ടം കോൺഷ്യസ്നെസ് 2. ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 പറയുന്നത് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണമാകുന്ന ബോധമാണ്, ബോധം എന്നുള്ള മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമായ വേറെ എൻറ്റിറ്റിയാണ് എന്നുള്ള അസംഷനാണ്. എന്നാൽ ക്വാണ്ടം കോൺഷ്യസ്നെസ് 2 അല്ലെ പെൻറോസിൻ്റെ തിയറി പറയുന്നത് ബോധം എന്നത് തികച്ചും ഫിസിക്കലായിട്ടുള്ള ഫിനോമിനാണ്, ബോധ നിർമ്മിതിയിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയകൾക്ക് അടിസ്ഥാനപരമായ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് പെൻറോസ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണ്, ക്വാണ്ടം കോൺഷ്യസ്നെസ് 1 എന്ന് നമ്മൾ വിളിച്ച കാര്യം ക്വാണ്ടം കോൺഷ്യസ്നെസ് 2 എന്ന പേരിൽ ഡിസ്കസ് ചെയ്ത കാര്യം നോക്കുകയാണെങ്കിൽ മ്യൂച്വലി കോൺട്രഡിക്ടറിയാണ്, പരസ്പരം പൊരുത്തപ്പെടില്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് വാദങ്ങളാണ്. അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായ ഈ രണ്ട് വാദങ്ങളും ഹിന്ദു ഫിലോസഫിയിലെ ആത്മാവ് സങ്കല്പവുമായി പൊരുത്തപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സങ്കല്പം അത്രത്തോളം അവ്യക്തവും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്നതാണെന്നുള്ളത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ വളരെ ഫ്ലൂയിഡായിട്ട് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളെ ശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അങ്ങനെ ബന്ധിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. അത് സ്വന്തം ഫിലോസഫി സാധൂകരിക്കാൻ ശാസ്ത്രത്തിൻ്റെ ജാർഗണുകൾ എടുത്ത് ഉപയോഗിക്കുന്ന കപടശാസ്ത്രക്കാരുടെ സ്ഥിരം പരിപാടി തന്നെ ആണ്. ഇനി നമുക്ക് ആത്മാവിൻ്റെ ക്വാണ്ടം ക്ഷേത്രം എന്ന സാബു ജോസിൻ്റെ പ്രഭാഷണത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ പരിശോധിക്കാം. അതിൽ പറയുന്ന ഈ പെൻറോസിൻ്റെ തിയറിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ബ്രെയിനിൽ മൈൻഡ്ലെസ് കാൽക്കുലേഷൻ അല്ല നടക്കുന്നതെന്ന് അദ്ദേഹം സ്ഥാപിച്ചു എന്നൊരു സെൻറ്റൻസ് സാബു ജോസ് പറയുന്നുണ്ട്. പെൻറോസിൻ്റെ തിയറിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പെൻറോസ് സ്ഥാപിച്ചിട്ടില്ല, അങ്ങനെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെ വാദിച്ചു, ആ വാദങ്ങൾ തന്നെ വളരെ വീക്കാണ്. പെൻറോസ് അങ്ങനെ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ ഫോൾസിഫൈഡ്, ആ തിയറി ഫോൾസിഫൈഡ് ആണെന്നാണ് അദ്ദേഹം ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറയുന്നത്. ഇനി ഫോൾസിഫൈഡ് ആയ തിയറിയെക്കുറിച്ചാണ് ഇദ്ദേഹം ഈ കഥ മുഴുവൻ പറഞ്ഞത്. അതായത് ആത്മാവ് ഉണ്ട് എന്നെല്ലാം ക്വാണ്ടം ഫിസിക്സ് പറയുന്നു എന്നെല്ലാം പറഞ്ഞ് ഫോൾസിഫൈഡ് ആയിട്ടുള്ള തിയറിയെക്കുറിച്ചാണ്. ഫോൾസിഫൈഡ് ആയിട്ടുള്ള തിയറിയാണ് പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ഫിസിക്സ് പറഞ്ഞതിൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കുറച്ച് ഇന്നക്വറസീസ് ഉണ്ട്, അത്ര കൃത്യമായിട്ടല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് സൂപ്പർ പൊസിഷനെ കുറിച്ച് അല്ലെങ്കിൽ ഷ്രോഡിംഗർ പൂച്ചയെക്കുറിച്ച് പറയുന്നത് പൂച്ച പകുതി ഭാഗം മരിച്ചും പകുതി ഭാഗം ജീവിച്ചും ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. ഷ്രോഡിംഗേഴ്സ് കാറ്റ് നമ്മൾ ആദ്യത്തെ പ്രസൻറ്റേഷനിൽ കണ്ടതാണ്, ആദ്യ വീഡിയോയിൽ കണ്ടതാണ്. ഇത് കൃത്യമായിട്ടുള്ളൊരു വിവരണമല്ല. പൂച്ച ഒരുമിച്ച് ലൈവ് സ്റ്റേറ്റിലും ഡെഡ് സ്റ്റേറ്റിലും ആയിരിക്കും എന്ന് പറയുന്നത് കൂടുതൽ കൃത്യമാണ്. അല്ലാതെ ഒരു പൂച്ചയുടെ പകുതി ഭാഗം മരിച്ച് അതേ പൂച്ചയുടെ ബാക്കി പകുതി ഭാഗം ജീവിച്ചിരിക്കുന്ന അവസ്ഥയല്ല സൂപ്പർ പൊസിഷൻ. ഞാൻ പറഞ്ഞതിൽ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, അതായത് കാട്ടിൽ മരം വീണെങ്കിൽ കേൾക്കാൻ ആളില്ലെങ്കിൽ ഒച്ചയ്ക്ക് എന്ത് പ്രസക്തി എന്നൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഇതൊരു സബ്ജക്റ്റിവിസമാണ്, അതായത് സബ്ജക്റ്റീവ് വേൾഡാണ്. മനുഷ്യനുള്ളത് കൊണ്ടാണ് റിയാലിറ്റിക്ക് അർത്ഥമുള്ളത്, മനുഷ്യനില്ല റിയാലിറ്റി ഇല്ല, അതിനർത്ഥമില്ല, പ്രസക്തിയില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ്. ഇത് ഫിസിക്സിൻ്റെ ഒരു വാദമല്ല. ഫിലോസഫി പറയുന്നവർ അങ്ങനെ പറയുമായിരിക്കും, അതായത് മനുഷ്യനാണ് റിയാലിറ്റി സൃഷ്ടിക്കുന്നതെന്ന് ഒരുപക്ഷെ ഹിന്ദു ഫിലോസഫിയിലോ ബുദ്ധ ഫിലോസഫിയിലോ അല്ല വേറെ ഏതെങ്കിലും ഫിലോസഫിയിലൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ഇത് ഫിസിക്സ് ഇങ്ങനെ ഇംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ഫിസിക്സ് അങ്ങനെ ഒരു കാര്യം പറയുന്നേ ഇല്ല. ഫിസിക്സിൽ വേൾഡ് ഒരു ഒബ്ജക്റ്റീവ് വേൾഡ് തന്നെയാണ്, അല്ലാതെ ജന്തുക്കൾ അല്ലെ മനുഷ്യൻ്റെ ബ്രെയിനിലുള്ള പ്രവർത്തനങ്ങൾ കാരണമല്ല റിയാലിറ്റി നിർമ്മിക്കപ്പെടുന്നത്. നമ്മളിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലോകം പുറത്തുണ്ട്. നമ്മളുണ്ടാകുന്നതിന് മുൻപും ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ വേറെ ഗാലക്സികളും അതുപോലെ പ്രപഞ്ചവും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിസിക്സിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ല അവിടെ പറയുന്നത്. ഈ റോബർട്ട് ലാൻസെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ജന്തു മസ്തിഷ്കമാണ് ഏതോ രീതിയിൽ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റി ഇല്ല, സാധ്യതകളേ ഉള്ളൂ എന്നെല്ലാമുള്ള ആശയങ്ങൾ ഈ റോബർട്ട് ലാൻസെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ബയോസെൻട്രിസം എന്നൊക്കെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു കപടശാസ്ത്രമാണ്. യാതൊരു പിയർ റിവ്യൂഡ് ജേർണൽസിലും ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. റോബർട്ട് ലാൻസെയും ക്വാണ്ടം കോൺഷ്യസ്നെസ് 1, അതായത് കോൺഷ്യസ്നെസ് ആണ്, ബോധമാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം എന്ന സങ്കല്പം ഉപയോഗിച്ച് തന്നെയാണ് ഇക്കാര്യം വാദിക്കുന്നത്. റോബർട്ട് ലാൻസയ്ക്കൊന്നും ക്വാണ്ടം മെക്കാനിക്സിൽ യാതൊരു ഫോർമൽ ട്രെയിനിങ്ങും ഇല്ല എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. അതുപോലെ പ്ലാങ്ക് ലെങ്ത്തിനെ കുറിച്ച് സാബു ജോസിന്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. പ്ലാങ്ക് ലെങ്ത്തിലാണ് മൈക്രോ ട്യൂബ്യൂളുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലകാലം എന്നെല്ലാം പറഞ്ഞ് പ്ലാങ്ക് ലെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലാങ്ക് ലെങ്ത്തിലാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടക്കുന്നതെന്നോ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിൽ വളരെയധികം അവ്യക്തതയുണ്ട്, വളരെയധികം അബദ്ധമുണ്ട്. പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുന്നത് 10⁻⁻35 മീറ്ററാണ്. അത്ര കുറഞ്ഞ ദൂരത്തെയാണ് പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ തലച്ചോറിന് പ്ലാങ്ക് ലെങ്ത് നടക്കുന്ന ഫിസിക്സ് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മൾ കുറഞ്ഞ ദൂരങ്ങളിലുള്ള ഫിസിക്സ് മനസ്സിലാക്കണമെങ്കിൽ, ഫിസിക്സ് ആക്സസ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി ഉപയോഗിക്കണം എന്ന് പറയും.
അതുകൊണ്ട് നമ്മൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അത്രയും വലുതായി നിർമ്മിച്ചു. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ സർക്കംഫറൻസ് ഏകദേശം 27 കിലോമീറ്ററുകളാണ്. ഏകദേശം 27 കിലോമീറ്ററാണ്. പക്ഷേ 27 കിലോമീറ്റർ ദൂരം അത്ര സർക്കംഫറൻസ് ഉള്ള ഇതിൽ പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്തിട്ടും അത്ര ഹൈ എനർജി അത്രയും ദൂരങ്ങളിലുള്ള ആക്സിലറേഷൻസിലൂടെ പാർട്ടിക്കിൾസിൻ്റെ എനർജി വർദ്ധിച്ചാലും പ്ലാങ്ക് ലെങ്ത്തിൻ്റെ അടുത്തെങ്ങുള്ള ദൂരങ്ങളിലുള്ള ഫിസിക്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. പ്ലാങ്ക് ലെങ്ത്തിലുള്ള ഫിസിക്സ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ആക്സസ് ചെയ്യാൻ കഴിയുന്നൊരു കൊളൈഡർ, പാർട്ടിക്കിൾ കൊളൈഡർ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് ഏകദേശം നമ്മുടെ ഗാലക്സിയുടെ സർക്കംഫറൻസോളം വേണം എന്നാണ് റഫായിട്ടുള്ളൊരു കാൽക്കുലേഷൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൽ, തലച്ചോറിൽ പ്ലാങ്ക് ലെങ്ത്തിലെ ഫിസിക്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നത് തലച്ചോറിനുള്ളൊരു ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പരിഹാസ്യമായൊരു വാദമാണ്. ഇനി ഈ പ്ലാങ്ക് ലെങ്ത് എങ്ങനെയാണ്, ഈ പ്ലാങ്ക് ലെങ്ത്തിനെ കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പെൻറോസ് വേറൊരു കോണ്ടെക്സ്റ്റിൽ പ്ലാങ്ക് ലെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റീവ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാങ്ക് ലെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രെയിനിലുള്ള ഡിസ്റ്റൻസസ് വളരെ കൂടുതലായിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കണം ഈ പ്ലാങ്ക് ലെങ്ത് എല്ലായിടത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോയിലും അല്ലെങ്കിൽ പ്രഭാഷണത്തിലും നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പെൻറോസ് പറഞ്ഞത് എന്ന് പറഞ്ഞാണ് സാബു ജോസ് പറയുന്നത്. പെൻറോസിൻ്റെ പേര് അവിടെ എടുത്ത് ഉപയോഗിച്ചു. നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പെൻറോസ് പറഞ്ഞത് എന്നാണ് സാബു ജോസ് പറയുന്നത്. പക്ഷേ സാബു ജോസ് പറഞ്ഞ ഈ 2 പുസ്തകങ്ങൾ ഞാൻ അരിച്ചു പേർക്ക് വായിച്ചു നോക്കി. എംപയേഴ്സ് ന്യൂ മൈൻഡ്, ഷാഡോസ് ഓഫ് ദ മൈൻഡും. അതുപോലെ തന്നെ പെൻറോസിൻ്റെ പല ടോക്കുകളും കേട്ടു നോക്കി, പല അഭിമുഖങ്ങളും കേട്ടു നോക്കി, പല പേപ്പേഴ്സും വായിച്ചു നോക്കി. ഇവിടെ എങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ സാബു ജോസ് അവകാശപ്പെടുന്നത് പെൻറോസ് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞത് എന്നാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോയിട്ട് സാധാരണ എക്സ്പീരിയൻസ് ബ്രെയിനിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പോലും പെൻറോസിൻ്റെ തിയറി വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കുന്ന തിയറി അല്ല. കോൺഷ്യസ്നെസ് ന്യൂറോണുകളിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു, അല്ല നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു തിയറിയേ അല്ല പെൻറോസിൻ്റേത്. അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോയിട്ട് സാധാരണ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പോലും വിശദീകരിക്കാൻ പെൻറോസിൻ്റെ ഹൈപ്പോത്തസിസ് അശക്തമാണ്. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് എടുത്താണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ അനുഭവത്തെ, അല്ലെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ വിശദീകരിക്കാൻ പെൻറോസിന് കഴിയും, അല്ലെ പെൻറോസിൻ്റെ ഹൈപ്പോത്തസിന് കഴിയും എന്ന് ഇവർ അവകാശപ്പെടുന്നത്. ഇത് മാത്രമല്ല, സാബു ജോസിൻ്റെ പ്രഭാഷണം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ തെറ്റായ ഫിസിക്സ് കുറേ അധികം ഉണ്ട്. അതായത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ല അവിടെ കാണുന്നത്. ഉദാഹരണത്തിന് എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല, അവ്യക്തതയുണ്ട്, തെറ്റാണ്. ഉദാഹരണത്തിന് എൻറ്റാങ്കിൾമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്നതാണെന്ന് തോന്നുന്നു. ഈ സൂര്യൻ മാഞ്ഞു പോയാൽ ഉടനെ ഭൂമിയിൽ അറിയുമോ എന്നൊരു ചോദ്യം ഇദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. ഇദ്ദേഹം അതിന് ഉത്തരം പറയുന്നത് സൂര്യൻ അവിടെ നിന്ന് മാഞ്ഞു പോയാൽ ഉടനെ തന്നെ ഭൂമിയിൽ അറിയും, ആ വിവരം ഭൂമിയിലെത്തും എന്നുള്ളതാണ്. ഇത് റിലേറ്റിവിറ്റിയുടെ വയലേഷനാണ്. സൂര്യൻ അവിടെ നിന്ന് മാഞ്ഞു പോയാൽ ആ വിവരം ഇവിടെ അറിയണമെങ്കിൽ മിനിമം 8 മിനിറ്റെങ്കിലും എടുക്കും. കാരണം 8 മിനിറ്റ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശത്തിനെത്താൻ എടുക്കുന്ന സമയമാണ്. മിനിമം 8 മിനിറ്റെങ്കിലും വേണം. പ്രകാശത്തെക്കാളും വേഗതയിൽ, അതിൽ കൂടിയ വേഗതയിൽ യാതൊരു വിവരവും സൂര്യൻ അവിടെ ഉണ്ട് എന്നുള്ള വിവരം അല്ലെങ്കിൽ ഇല്ലാതായി എന്നുള്ള വിവരം ഭൂമിയിലെത്താൻ യാതൊരു സാധ്യതയില്ല. ഫിസിക്സിൽ ഇതുവരെയുള്ള ഒരു തിയറി അത് അനുവദിക്കുന്നില്ല. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് അടക്കം ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പ്രസൻറ്റേഷൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഒരു പോയിന്റിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അതായത് ലൈറ്റിൻ്റെ വേഗതയിൽ മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം ആ വേഗത്തിൽ മാത്രമേ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എൻറ്റാങ്കിൾമെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചെങ്കിൽ അതിൽ വേറെ പ്രശ്നമുണ്ട്. കാരണം ഡീകോഹറൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഡീകോഹറൻസ് എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റം പെട്ടെന്ന് തന്നെ ഡീകോഹറൻസ് എന്ന സ്റ്റേറ്റിലേക്ക് ഇത്തിരി ക്ലാസിക്കൽ ഇതുപോലെ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ ഒരു ലോകത്ത്, നമ്മുടെ സൂര്യനും ഭൂമിയും ഉൾപ്പെടുന്ന ഒരു ലോകത്ത്, മൈക്രോസ്കോപ്പിക് ലോകത്ത് എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു ഉത്തരമാണ് സൂര്യൻ ഇല്ലാതായാൽ സ്പേസ് ടൈം ഇല്ലാതായി സമയം തന്നെ ഇല്ലാതാകും എന്നൊക്കെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഈവൻ റോങ്. സൂര്യൻ ഇല്ലാതായി എങ്ങനെയാണാവോ സ്പേസ് ടൈം ഇല്ലാതാകുന്നത്? ഈ സൂര്യൻ ഇല്ലാത്തടത്ത് സ്പേസ് ടൈം ഇല്ലേ? ഉണ്ട്. സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് ഉള്ളൊരു കാര്യമാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് സ്പേസ് ടൈമിനെ കുറിച്ചുള്ള നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച സിദ്ധാന്തം. സൂര്യൻ ഇല്ലാതായ സ്പേസ് ടൈം ഇല്ലാതായി സമയം തന്നെ ഇല്ലാതാകുന്നൊക്കെ പറയുന്നത് തികഞ്ഞ അബദ്ധമാണ്. അതുപോലെ റിലേറ്റിവിറ്റിയുടെ പരിമിതി റിലേറ്റിവിറ്റി തന്നെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണാവോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്നും ഒരുപക്ഷെ എല്ലാ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അതൊരു സിദ്ധാന്തം മാത്രമല്ല, ഫിസിക്സിലെ നിയമങ്ങളെ മുഴുവൻ ഗവേൺ ചെയ്യുന്നൊരു നിയമം കൂടെയാണത്. ഫിസിക്സിലെ നിയമങ്ങൾ മുഴുവൻ അനുസരിക്കേണ്ട ഒരു നിയമം കൂടിയാണ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ, ഇറ്റ്സ് എ ലോ ദാറ്റ് ഗവേൺസ് ഓൾ ലോസ് ഓഫ് ഫിസിക്സ് എന്ന് പറയാം.
നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും റിലേറ്റിവിറ്റി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആവണം. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തന്നെ റിലേറ്റിവിറ്റി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയ വേർഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. റിലേറ്റിവിസ്റ്റിക് തിയറിയാണ്. ഇനി ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ തിയറീസും റിലേറ്റിവിറ്റിയുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. റിലേറ്റിവിറ്റിയുടെ പരിമിതി റിലേറ്റിവിറ്റി തന്നെ എന്ന് ഇദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ല. അതുപോലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് റിലേറ്റിവിറ്റിയെ വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സാബു ജോസിൻ്റെ ഈയിടെയുള്ള പോസ്റ്റുകളിൽ മുൻപ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ടാകും, കാണുന്ന ഒന്നാണ് റോബർട്ട് ലാൻസയുടെ ബയോസെൻട്രിസം എന്ന ആശയം. ഈ ബയോസെൻട്രിസം എന്ന് പറയുന്നതും മറ്റൊരു കപടശാസ്ത്രമാണ്. അത് മസ്തിഷ്കമാണ് യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നതെന്ന വാദമാണ്. അതുപോലെ ജീവൻ പ്രപഞ്ചത്തിന് സെൻട്രലാണ്. റിയാലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജീവൻ അതിന് സെൻട്രൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. റോബർട്ട് ലാൻസയുടെ എഴുത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രഭാഷണങ്ങളോ കേട്ട് നോക്കിയാൽ മനസ്സിലാവും. വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് ബോധം വേണം എന്ന ആദ്യ സങ്കല്പം തോന്നുന്നു, ക്വാണ്ടം കോൺഷ്യസ്നെസ് 1. ഇതും പെൻറോസിൻ്റെ പരികൽപ്പന ഒരേപോലെ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ഇവർ ഉപയോഗിക്കാറുണ്ട്. ഈ ക്വാണ്ടം ഫിസിക്സ് ആണ് എല്ലാത്തിനും എടുത്ത് ഉപയോഗിക്കുന്നതെങ്കിലും ക്വാണ്ടം ഫിസിക്സിൽ യാതൊരു ട്രെയിനിങ്ങും ഇദ്ദേഹത്തിന് ഇല്ല. ഈ കപടശാസ്ത്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പെൻറോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുവാർട്ട് ഹാമറോഫിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. സ്റ്റുവാർട്ട് ഹാമറോഫിന് ക്വാണ്ടം മെക്കാനിക്സിൽ ഫോർമൽ ട്രെയിനിങ് ഇല്ല. സ്റ്റുവാർട്ട് ഹാമറോഫ് പറയുന്ന കേട്ടാൽ പെൻറോസ് അല്ല ഹാമറോഫിനെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിച്ചതെന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാവും. ഒരുപക്ഷെ ദീപക് ചോപ്ര ആയിരിക്കണം ഹാമറോഫിനെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ റോബർട്ട് ലാൻസയെയും ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിച്ചത് ദീപക് ചോപ്ര ആയിരിക്കും എന്ന് കരുതാൻ ന്യായമുണ്ട്. ഇവരെല്ലാം പറയുന്നത് തെറ്റായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇവർക്ക് ആർക്കും ക്വാണ്ടം മെക്കാനിക്സിൽ യാതൊരു ഫോർമൽ ട്രെയിനിങ്ങും ഇല്ല. ഈ ഹാമറോഫിൻ്റെ തന്നെ ഒരു ടോക്കിനിടയിൽ ഫിസിസിസ്റ്റായ ലോറൻസ് ക്രൗസ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു, വാട്ട് യു സേ ഡസൻ മേക്ക് സെൻസ് എന്ന രീതിയിൽ മറ്റോ പറഞ്ഞിരുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാബു ജോസിൻ്റെ വീഡിയോയിലെ തന്നെ പ്രഭാഷണത്തിൽ തന്നെ ഒരു ഭാഗം കോട്ട് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. എനർജിയാണ് ആത്മാവ്, എനർജി കൺസേർവ്ഡ് ആണ്, അതുകൊണ്ട് ശരീരത്തിൽ മരിച്ചു കഴിയുമ്പോൾ എനർജി എവിടെ പോകുന്നു, അതാണ് ആത്മാവ് എന്നെല്ലാം പണ്ട് കാലത്ത് ആൾക്കാർ വാദിച്ച് കേൾക്കാറുണ്ട്. അതായത് എനർജി കൺസർവേഷൻ, ആത്മാവ് കൺസേർവ്ഡ് ആണ്, ശരീരം നശിച്ചാലും ആത്മാവ് പോകുന്നില്ല എന്നെല്ലാം ഈ എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൾക്കാർ ആത്മാവിനെ സാധൂകരിക്കാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട്. എനർജിയാണ് ദൈവം എന്നെല്ലാം പറയുന്നത് പോലെ. ഇതിനെക്കുറിച്ച് സാബു ജോസ് ആദ്യം തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് സയൻസ് വളരുന്നതിനനുസരിച്ച്, ഐ എം കോട്ടിങ് ഹിം, സയൻസ് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ചില ധാരണകൾക്ക് വിശദീകരണം നൽകാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ സയൻസിലെ ചില വാക്കുകൾ കടമെടുത്തിട്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എടുത്തിട്ട് സങ്കീർണമാക്കി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവർ ഏറ്റവും ഉപയോഗിക്കുന്നത് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സുമാണ്. ചില കപടശാസ്ത്രങ്ങളെ വിമർശിക്കാൻ വേണ്ടി സാബു ജോസ് ആദ്യം പറയുന്ന ചില വാചകങ്ങളാണിത്. എന്നിട്ട് ആ വീഡിയോയുടെ ബാക്കി ഭാഗത്ത്, ആ പ്രഭാഷണത്തിൻ്റെ ബാക്കി ഭാഗത്ത് സാബു ജോസ് ചെയ്യുന്ന കൃത്യമായും ഇത് തന്നെയാണ്. നിർഭാഗ്യവശാൽ സാബു ജോസിനോട് പറയാനുള്ളത്, നിർഭാഗ്യവശാൽ താങ്കൾ ചെയ്തിരിക്കുന്നതും കൃത്യമായും ഇക്കാര്യം തന്നെയാണ്. ക്വാണ്ടം മെക്കാനിക്സിലെയും റിലേറ്റിവിറ്റിയിലെയും എല്ലാം ജാർഗണുകളെടുത്ത് ഉപയോഗിച്ച് ഇൻഫർമേഷൻ, നേരത്തെ എനർജിയാണ് ആത്മാവ് എന്ന് പറയുന്നെങ്കിൽ ഇവിടെ ഇൻഫർമേഷനാണ് ആത്മാവ്. ഇൻഫർമേഷൻ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാത്ത കാര്യം ഉണ്ടായിരിക്കാം. എനർജി വിട്ടു, ഇപ്പോൾ ഇൻഫർമേഷനിലാണ് ആൾക്കാർ പിടിച്ചിരിക്കുന്നത്. ഇനി ദീപക് ചോപ്രയെ പോലെ ഈ കപടശാസ്ത്രം തന്നെ തൊഴിലാക്കിയ ആൾക്കാർ ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചോപ്രയോ ഹാമറോഫോ അല്ലെങ്കിൽ റോബർട്ട് ലാൻസിയോ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടം ഫിസിക്സിൽ യാതൊരു ട്രെയിനിങ് നേടിയിട്ടുള്ളവരല്ല. അവരുടെ പ്രധാന ഉദ്ദേശം ഒരുപക്ഷെ പുസ്തകങ്ങൾ വിറ്റഴിക്കുക എന്നായിരിക്കും. അവരല്ല ഇത് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ സാബു ജോസ് ഇക്കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രം കേൾക്കാൻ വന്നിരിക്കുന്നവരുടെ മുന്നിലാണ്. അപ്പോൾ അവരുടെ മുൻപിലെങ്കിലും ശാസ്ത്രം കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അത് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് കരുതുന്നുകൊണ്ടാണ് ഈ പ്രഭാഷണം ചെയ്തത്. അതിൽ പറയുന്നത് ശാസ്ത്രലോകത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ല, പലതും കപടശാസ്ത്രമാണ്. അതായത് ആ വീഡിയോയിലായാലും ആ ലേഖനത്തിലായാലും നിങ്ങൾ കാണുന്ന കാര്യം, ഇറ്റ് ഡസൻറ്റ് റെപ്രസെൻറ്റ് സയൻസ്, ഇറ്റ് ഡസൻറ്റ് റെപ്രസെൻറ്റ് ഫിസിക്സ്, ഇറ്റ് ഡസൻറ്റ് റെപ്രസെൻറ്റ് ക്വാണ്ടം ഫിസിക്സ്, ഇറ്റ് റെപ്രസെൻറ്റ് സം സ്യൂഡോ സയൻസ്. ഇത് കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, ഈ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് മനസ്സിലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയാണ്, മെഷർമെൻറ്റ് പ്രോബ്ലം അതിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പക്ഷേ അടുത്ത ഭാവിയിൽ തന്നെ മനസ്സിലായേക്കാം, അല്ലെ കുറേ കൂടെ കാലം എടുത്തേക്കാം. പക്ഷേ എന്ത് വേണമെങ്കിലും അനുവദിക്കുന്ന ഒരു പഴുതല്ല അത്. നമുക്കിഷ്ടമുള്ള എന്ത് ഫിലോസഫിയും എന്ത് ആത്മീയവാദവും കൊണ്ടുപോയി കുത്തിത്തിരിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ അല്ല ഈ മെഷർമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. വളരെ കൃത്യവും കണിശവുമായ നിയമങ്ങൾ തന്നെയാണ് ക്വാണ്ടം ലോകത്തും ഉള്ളത്. ഈ ക്വാണ്ടം ബോധം, ക്വാണ്ടം കോൺഷ്യസ്നെസ് എന്നും അതുപോലെ നിങ്ങൾക്ക് പ്രപഞ്ചമായിട്ടുള്ള ക്വാണ്ടം കണക്ഷൻ എന്നും എല്ലാം ഒരുമിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കപടശാസ്ത്രമാണെന്ന് ഉറപ്പിച്ചോളൂ. കാരണം ഡീകോഹറൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ക്ലാസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റമായിട്ടാണ് ബിഹേവ് ചെയ്യുക. അവിടെ ക്വാണ്ടം നിയമങ്ങൾക്ക് പ്രസക്തിയില്ല.
ക്വാണ്ടം നിയമങ്ങൾ കാണുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, വളരെ കുറഞ്ഞ ദൂരങ്ങളിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എൻവയോൺമെൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൊഹിറൻസ് നഷ്ടമായി അത് ക്ലാസിക്കൽ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ കോൺഷ്യസ്നെസ്സുമായി ബന്ധപ്പെട്ടോ, ജീവിതത്തിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടോ ക്വാണ്ടം മെക്കാനിക്സിന് എന്തെങ്കിലും പറയാനുണ്ട് എന്നാരെങ്കിലും അവകാശപ്പെടുകയാണെങ്കിൽ അത് കപടശാസ്ത്രമാണെന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ.